ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരളത്തിലെ ഏറ്റവും വലിയ അറിവുത്സവം എന്നറിയപ്പെടുന്ന അക്ഷരമുറ്റം ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സെക്ഷൻസിൽ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു ക്വിസ് മത്സരത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയും ചരിത്രവും, കേരളവും മലയാളവും, ശാസ്ത്രവും പരിസ്ഥിതിയും, സമകാലികവും പൊതുവിജ്ഞാനവും, ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പുസ്തകം എടുത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അക്ഷരമുറ്റം ക്വിസിന് നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. കാരണം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മുടെ ചാനലിലെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ഈ ഒരു ബോണസ് ചോദ്യം. അതിൻ്റെ ഉത്തരം ആരൊക്കെയാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സമകാലികം പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് സിറ്റിയാണ്? ഉത്തരം ബംഗളൂരു. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് നഗരം അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബംഗളൂരു ആണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബംഗളൂരു. സമകാലികം പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നത് ഏത് നഗരത്തിൽ വെച്ചാണ്? ഇമ്പോർട്ടൻ്റ് ആയ ഒരു GK ക്വസ്റ്റ്യൻ ആണിത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നത് നോർവേയിലെ ഓസ്ലോ എന്ന നഗരത്തിലാണ്. ശരിയായ ഉത്തരം ഓസ്ലോ. സ്ഥിതി ചെയ്യുന്നത് നോർവേ എന്ന രാജ്യത്താണ് എന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓസ്ലോ. മൂന്നാമത്തെ ചോദ്യം പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഓഷ്യൻ ഏതാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം അല്ലെങ്കിൽ ഓഷ്യൻ പസഫിക് സമുദ്രമാണ്. രണ്ടാമത്തേതും കൂടി അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. അപ്പോൾ ഏറ്റവും വലുത് പസഫിക്, രണ്ടാമത്തെ ഏറ്റവും വലിയ സമുദ്രം അറ്റ്ലാന്റിക് ആണ് എന്ന് ഓർത്തിരിക്കുക. ചോദ്യം നമ്പർ 4. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങളുടെ എണ്ണം എത്രയാണ്? ഒളിമ്പിക്സിന്റെ ചിഹ്നം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ കുറച്ച് വളയങ്ങൾ നൽകിയിട്ടുണ്ട്. എത്ര വളയങ്ങളാണ് ഒളിമ്പിക്സിന്റെ ചിഹ്നത്തിലുള്ളത്? ഉത്തരം 5. 5 വളയങ്ങളാണ് ഒളിമ്പിക്സിന്റെ ലോഗോയിലുള്ളത്. ആ ലോഗോ നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ 5 ലോഗോസ് സൂചിപ്പിക്കുന്നത് 5 ഭൂഖണ്ഡങ്ങളെയാണ്. നിങ്ങൾക്കറിയാം 7 ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ 7 കോണ്ടിനെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഭൂമിയിലുള്ളത്. അതിൽ നിന്ന് ഇൻഹാബിറ്റേറ്റഡ് ആയ, അതായത് ജനങ്ങൾ സ്ഥിരമായി താമസിക്കാത്ത അന്റാർട്ടിക്കയെ നമ്മൾ ഒഴിവാക്കി അതിനുശേഷം നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നീ 2 കോണ്ടിനെൻറ്റുകളെ ചേർത്ത് അമേരിക്ക എന്ന ഒറ്റ കോണ്ടിനെൻ്റ് ആക്കി. അങ്ങനെ 5 കോണ്ടിനെൻറ്റിനെയാണ് ഈ ഒരു ലോഗോയിലെ ഓരോ റിങ്ങുകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതായിരുന്നു, എത്ര റിങ്ങുകളാണുള്ളത്? ഉത്തരം 5 റിങ്ങുകൾ. ഓരോ റിങ്ങുകളും ഒരു ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5 ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓഷ്യാനിയ എന്നതാണ് 5ാമത്തെ കോണ്ടിനെന്റ്. ഓഷ്യാന എന്ന കോണ്ടിനെന്റിലാണ് ഓസ്ട്രേലിയയും അതോട് ചേർന്ന് കിടക്കുന്ന മറ്റ് സ്മോളർ ആയിട്ടുള്ള ഐലൻഡുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഓർത്തിരിക്കുക. സമകാലികം പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള അവസാനത്തെ ചോദ്യം. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യൻ ആരാണ്? എളുപ്പമുള്ള ചോദ്യമാണ്. പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ഉത്തരം യൂറി ഗഗാറിൻ. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം യൂറി ഗഗാറിൻ. അടുത്ത ചോദ്യം ശാസ്ത്രവും പരിസ്ഥിതിയും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ചോദ്യം ഇതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം ചർമ്മം അല്ലെങ്കിൽ സ്കിന്നാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് നമ്മുടെ ചർമ്മം അല്ലെങ്കിൽ സ്കിൻ ആണ്. 7ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന, അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് മനുഷ്യർക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് മനുഷ്യർക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഡി ആണ്. ഇത് നിങ്ങൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വിറ്റാമിൻ ഡി.
ചോദ്യം നമ്പർ 9. ഭൂമിയിലെ ഏറ്റവും കഠിനമേറിയ അതായത് ഏറ്റവും ഹാർഡായിട്ടുള്ള പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ്? സംശയമൊന്നുമില്ല, ഉത്തരം ഡയമണ്ട് ആണ്, വജ്രമാണ്. മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതിദത്തമായ ഏറ്റവും കട്ടിയേറിയ കഠിനമേറിയ പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ്? ഉത്തരം ഡയമണ്ട് ആണ്. ചോദ്യം നമ്പർ 10. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആര്? LP ലെവലിലെ കുട്ടികൾക്കാണ് ഈ ചോദ്യം കൂടുതൽ ഉപയോഗപ്പെടുന്നത്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചാൾസ് ബാബേജ്. 11ാമത്തെ ചോദ്യം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചോദ്യം പറഞ്ഞതാണ്. ചോദ്യം ഇതാണ്: ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? വേൾഡ് വാട്ടർ ഡേ എന്നാണ്. ലോക ജലദിനമായി ആചരിക്കുന്നത് അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ ആയി ആചരിക്കുന്നത് മാർച്ച് 22-നാണ്. ഉത്തരം മാർച്ച് 22. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യയും ചരിത്രവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഉത്തരം ഗംഗ. വളരെ സിമ്പിളായ ചോദ്യമാണ്, പക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ചോദ്യം നമ്പർ 13. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? GK പരമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? സിമ്പിളായ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. 14ാമത്തെ ചോദ്യം എല്ലാ വർഷവും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. PSC അടക്കം ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ചോദ്യം നമ്പർ 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, അതായത് വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനത്തുള്ളത് മധ്യപ്രദേശാണ് എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ വിസ്തീർണ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ, 2ാം സ്ഥാനത്ത് മധ്യപ്രദേശ്. 16ാമത്തെ ചോദ്യം ഇന്ത്യയും ചരിത്രവും എന്ന് പറയുന്ന ടോപ്പിക്കിലെ അവസാനത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ രാജ്പഥിൽ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ രാജ്പഥിൽ പതാക ഉയർത്തുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം ഇന്ത്യൻ രാഷ്ട്രപതി. ഓക്കെ, ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർ ഇപ്പോൾ തന്നെ പഠിക്കുക. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? ഉത്തരം ദ്രൗപദി മുർമു ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. കേരളവും മലയാളവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് അടുത്തത്. ചോദ്യം നമ്പർ 17. കേരളത്തിൽ അവസാനം രൂപീകൃതമായ ജില്ല ഏതാണ്? നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. അതിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് ജില്ല. 1984-ലാണ് കാസർഗോഡ് ജില്ല രൂപം കൊള്ളുന്നത്. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഉത്തരം കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ചോദ്യം നമ്പർ 18. വിപ്ലവ ഗായകൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്ത കവി ആരാണ്? വിപ്ലവ ഗായകൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്ത കവിയാണ് P. ഭാസ്കരൻ. 18ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം P. ഭാസ്കരൻ. ചോദ്യം നമ്പർ 19. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത്? സിമ്പിൾ ആയ ചോദ്യമാണ്. ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് മലമുഴക്കി വേഴാമ്പൽ.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏത്? ഉത്തരം കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയമാണ്. ഉത്തരം കോട്ടയം. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ ഒരു PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരള സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ഉത്തരം പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയാണ് പഴശ്ശിരാജ. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ് ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ സ്കൂളും രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അക്ഷരമുറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഇതിന് ശേഷമുള്ള പാർട്ടുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമകാലിക പ്രശസ്തമായ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള വീഡിയോസ്, അതായത് ഇതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് പറഞ്ഞു തന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക.